പ്രിയപ്പെട്ടവരായി ദൈവത്തിന്റെ പാദാന്തിയായിരിക്കണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഇന്ന് വായിച്ച വേദവാക്യത്തിലൂടെ നമ്മൾ ചിന്തിക്കാൻ വേണ്ടി താല്പര്യപ്പെടുന്നത് ക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ ലഭിക്കപ്പെട്ട ത്രിവിധ ഫലങ്ങൾ 1, 2, 3 എന്നിങ്ങനെ ആക്കപ്പെട്ട് ഓരോന്നിനും നെട്ടിപ്പരത്തിയല്ല ഹ്രസ്വമായിരിക്കുന്ന വിശദീകരണം നൽകിയ ലഭിക്കപ്പെട്ട 1 മണിക്കൂർ മുഴുവൻ ദൈവവചനത്തിന്റെ ചില ആഴമൊരു ചിന്തകൾ നിങ്ങളുടെ പരമാർത്ഥ മനസ്സിലേക്ക് വെച്ചുപിടിപ്പിക്കാൻ വേണ്ടി താല്പര്യപ്പെടുകയാണ്. പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ പാദാന്തിയായിരിക്കണമെന്ന് ഹൃദയത്തിന്റെ ഭാഷയിൽ ഓർമ്മപ്പെടുത്തുകയാണ്. 1, യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ ലഭിക്കപ്പെട്ട ഒന്നാമത്തെ ഫലം വായിച്ചമോള് റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വേദവാക്യം. റോമർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 5-ാമത്തെ വേദവാക്യം. റോമർ 1:5 ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവരാണല്ലോ. ഒന്നോട് വായിച്ച് ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതി ജനിക്കുകയും ജഡം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയിൽ നിന്ന് ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയാൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ എന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നവനാണല്ലോ. അപ്പോൾ യേശുക്രിസ്തുവിന്റെ ഉയർപ്പിനാൽ ലഭിക്കപ്പെട്ട ഒന്നാമത്തെ ഫലം യേശു ദൈവപുത്രൻ എന്ന് വിളംബരം ചെയ്യപ്പെടുവാനിടയായി. മനസ്സിൽ അവർ നല്ലൊരു ഹല്ലേലൂയ കർത്താവിന് കൊടുത്താട്ട്. ശ്രദ്ധിച്ച്, യേശു ക്രിസ്തുവിനെ കാൽവട് കുലക്കളത്തിൽ ക്രൂശിക്കുന്നതിന് മുമ്പ് 2 മാനുഷ്യ കോടതികളിൽ കയറ്റിയും ഇറക്കിയും വിസ്തരിക്കപ്പെടുവാനിടയായി. ഏതാണ് 2 മാനുഷ്യ കോടതികൾ? യഹൂദന്മാരുടെ മതപരമായിരിക്കുന്ന കൗൺസിലിന്റെ മുമ്പാകെയും റോമൻ ഗവൺമെന്റ് പൊന്തിയാസ് പീലാത്തോസിന്റെ മുമ്പായും വിസ്തരിക്കപ്പെടുവാനിടയായി. അവര് തിരിച്ചും മറിച്ചും വിസ്തരിച്ചിട്ട് യേശു ദൈവപുത്രൻ എന്ന വാദം അവർ തള്ളിക്കളഞ്ഞിട്ട് യേശുവിനെ ക്രൂശിക്കാൻ വേണ്ടി അവര് വിധിക്കുവാനിടയായി. ശ്രദ്ധിച്ച്, പൊങ്ങുവാൻ വയ്യാത്ത മരക്കുരിശും തോളിൽ വെച്ചുകൊണ്ട് പലസ്തീന്റെ മണ്ണിടിഞ്ഞ മൺപാതകളിൽ കൂടി, കല്ലുകൾ നിറഞ്ഞ കൽപാതകളിൽ കൂടി, മുള്ളുകൾ നിറഞ്ഞ മുൾപാതകളിൽ കൂടി, തളിരില പോലും തണലില്ലാതെ വേച്ചും വിറച്ചും വീണും എഴുന്നേറ്റും തള്ളിയും തല്ലിയും മാറ്റിയും അടിച്ചും പരിഹസിച്ചും പരിക്കുകളോട് കൂടെ ഭൂലോകത്തിന്റെ പുകിൽ കൊടിയും എന്നറിയപ്പെടുന്ന പലസ്തീന്റെ മണ്ണിൽ കാൽവട്ട് കുന്നിൻ പുറത്ത് യെരൂശലേമിന്റെ മൊട്ടക്കുന്നിൽ ഭൂമിക്കും ആകാശത്തിനും മധ്യേ, കൃപായുഗത്തിനും ന്യായപ്രമാണ യുഗത്തിനും മധ്യേ, പാപിയായ മനുഷ്യനും പാവനായ ദൈവത്തിനും മധ്യേ, 2 കുരിശിന്റെ മധ്യേ, 2 കള്ളന്മാരുടെ നടുവിൽ അവസാന തുള്ളി രക്തം വരെയും ചീന്തിപ്പടഞ്ഞു മരിച്ച നസ്രായനം നിങ്ങൾ കണ്ടോ? എന്നിട്ട് എന്തെന്നറിയാം, ആ ശവശരീരം ആണിക്കകത്തുനിന്ന് ഊരിയെടുത്ത് ആ അരിമത്യക്കാരന്റെ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യുവാനിടയായി. എന്നിട്ട് ഈ 2 കോടതികൾ കല്ലറ ഉറപ്പുവരുത്താൻ വേണ്ടി 3 കാര്യങ്ങളാണ് അക്കമിട്ട് ചെയ്യുവാനിടയായത്. 1, പലസ്തീനിലെ വലിയൊരു ഉരുളങ്കല്ല് ഉരുട്ടിയെടുത്ത് ഗുഹാമുഖത്ത് വെച്ചു. 2, റോമൻ ഗവൺമെന്റിന്റെ ഇമ്പീരിയ മുദ്ര കല്ലറയ്ക്കൽ പതിപ്പിക്കുവാനിടയായി. 3, പട്ടാളക്കാരെ എന്ന് വെച്ചാൽ റോമൻ സൈന്യത്തിലെ ചില പട്ടാളക്കാരെ കാവൽ നിർത്തുവാനിടയായി. അറിയേണ്ടവനെ അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ് അവർ ഈ അറിവുകളെല്ലാം ചെയ്തത്. എന്നാൽ യേശുവിന്റെ ചങ്കില ചോര കൊണ്ട് വിടുവിക്കപ്പെട്ട ഈ സുവിശേഷ മഹായോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ ഈ ഹാളിന്റെ അകത്ത് കടന്നു വന്നിരിക്കുന്ന ദൈവമക്കൾ അറിയണം, ആ കല്ലറയ്ക്കകത്ത് ആരായിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. 1, കല്ലറ ഉറപ്പുവരുത്താൻ അവര് ചെയ്തത് എന്തെന്നറിയാമോ? ഒരു കല്ലുരുട്ടി ഗുഹാമുഖത്ത് വെക്കുവാനിടയായി. നിങ്ങൾ ശ്രദ്ധിക്കണം, ഗുഹാമുഖം എന്ന് പറയുന്നത് 2 വെട്ടുണ്ട്. ആ കല്ലുരുട്ടി ആ വെട്ടിന്റെ അകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ അകത്തുനിന്ന് ഒരാൾ പുറത്തേക്ക് തള്ളിയാലും പുറത്തുനിന്ന് ഒരാൾ അകത്തേക്ക് തള്ളിയാലും കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല. അത്രമാത്രം ഉറപ്പാണ്. ഇനി നമുക്ക് നോക്കാം, ഈ കല്ലറയ്ക്കകത്ത് ആരായിരിക്കുന്നത്? യെശയ്യാവിന്റെ പുസ്തകം 26-ാം അധ്യായം 4-ാമത്തെ വേദവാക്യം വായിച്ചപ്പോൾ, യെശയ്യാവിന്റെ പുസ്തകം 26-ാം അധ്യായം 4-ാമത്തെ വേദവാക്യം.
യഹോവയാം യാഹിൽ ശാശ്വതമായ ഒരു പാറയുള്ളതിനാൽ യഹോവയെ എന്നേക്കും ആശ്രയിപ്പിൻ. അപ്പൊ കല്ലറയ്ക്കകത്ത് ആരാ കിടക്കുന്നത്? ശാശ്വതമായ പാറ എന്ന് വെച്ചാൽ എന്താ? ശാശ്വതമായ പാറ, യുഗങ്ങളുടെ പാറ. യുഗങ്ങളുടെ പാറ ഒരിക്കലും കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു വരാതിരിക്കുവാൻ റോമൻ ഗവൺമെന്റ് എന്നറിയാം ഒരു വലിയൊരു കല്ലുരുട്ട് മുഖാമുഖത്ത് വെച്ചിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. പിശാചേ, നീ ഏത് നാണയത്തിൽ അടിക്കുമോ അതേ നാണയത്തിലായിരിക്കും എന്റെ ദൈവം തമ്പുരാൻ തിരിച്ചടിക്കുന്നത്. നീ പൊക്കി വെച്ചാൽ പൊക്കി മാറ്റുവാൻ എന്റെ ദൈവം തയ്യാറാണ്. നീ പിടിച്ചു വെച്ചാൽ എന്റെ ദൈവം പിടിച്ചു മാറ്റാൻ തയ്യാറാണ്. നീ ഉരുട്ടി കയറ്റിയാൽ ഉരുട്ടി മാറ്റുവാൻ എന്റെ ദൈവം തയ്യാറാണ്. എന്താ സംഭവിച്ചത്? പുനരുത്ഥാനത്തിന്റെ ശക്തി കല്ലറയ്ക്കകത്തേക്ക് ഇറങ്ങിയപ്പോൾ പുനരുത്ഥാനത്തിന്റെ ശക്തിയോടുകൂടെ ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ ഇറങ്ങി വന്നിട്ട് ആ കല്ല് ഉരുട്ടി മാറ്റുവാനിടയായി. എത്ര പേർക്ക് മനസ്സിലായി? എത്ര പേർക്ക് മനസ്സിലായി? ഇന്ന് രാത്രി ചില ഉരുട്ടി മാറ്റുന്ന രാത്രിയാണ്. എത്ര പേർ ആത്മാവിൽ ഒരു കരമടിച്ച് ദൈവത്തെ സ്തുതിപ്പാനായിട്ട് കഴിയും? നിന്റെ സഭയ്ക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ തലമുറയുടെ ഭാവിക്കെതിരെ, നിന്റെ മുൻപോട്ടുള്ള ഗമനത്തിനെതിരെ, നിന്റെ ആത്മീയ ഭ്രാമണത്തിനെതിരെ, നിന്റെ ഭൗതിക ഭ്രാമണത്തിനെതിരെ ശത്രു തന്ത്രപരമായി ഉരുട്ടി കയറ്റിയ ചില ഉരുളക്കല്ലുകളെ ഉരുട്ടി മാറ്റുന്ന രാത്രിയാണെന്ന് ഞാൻ ആത്മാവിൽ പ്രേരിതരായി പറയുമ്പോൾ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. എബ്രായരുടെ ലേഖനം 1-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ എബ്രായർ 1:3 അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും അവൻ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും. അപ്പൊ കല്ലറയ്ക്കകത്ത് ആരായിരിക്കുന്നത്? തത്വത്തിന്റെ മുദ്ര. എന്താ തത്വത്തിന്റെ മുദ്ര എന്ന് പറഞ്ഞാൽ? ആളത്വത്തിന്റെ മുദ്ര. യഥാർത്ഥമായിരിക്കുന്ന ആളത്വത്തിന്റെ മുദ്ര കല്ലറയ്ക്കകത്തിരിക്കുമ്പോൾ യഥാർത്ഥമായിരിക്കുന്ന ആളത്വത്തിന്റെ മുദ്ര പുറത്തു വരാതിരിക്കാൻ റോമൻ ഗവൺമെന്റിന്റെ മുദ്ര എന്നൂടെ പറഞ്ഞാൽ മനുഷ്യ മുഖമുള്ള ഒരു മുദ്ര പതിപ്പിച്ചിരിക്കുക. എന്നാൽ നിങ്ങൾക്ക് കേൾക്കണമോ? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ പുനരുത്ഥാനത്തിന്റെ ശക്തി ഒന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് റോമൻ ഗവൺമെന്റിന്റെ മനുഷ്യ മുഖമുള്ള മുദ്ര പൊട്ടി. ഇന്ന് രാത്രി ചിലത് പൊട്ടാൻ പോവുകയാണ്. ഇന്ന് രാത്രി ചിലത് പൊട്ടാൻ പോവുകയാണ്. ഇനി നീ ശുശ്രൂഷയിൽ തിളങ്ങരുത്, വിളങ്ങരുത്, മുഴങ്ങരുത്, നീ കത്തി ജ്വലിക്കരുത് എന്ന് പറഞ്ഞ് നിന്റെ മേൽ ശത്രുവിട്ട ചില മുദ്രയെ ഇന്ന് രാത്രി ദൈവം പൊട്ടിക്കാൻ പോവുകയാണ്. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഇനി ചില വേദികളിൽ നീ കയറരുത്, ഇനി നീ ശുശ്രൂഷ ചെയ്യരുത്, ഇനി നീ ചിലത് പ്രാപിച്ചെടുക്കരുത് എന്ന് വെച്ച് നിന്റെ മേൽ ശത്രു വെച്ചിരിക്കുന്ന മുദ്രയെ ഇന്ന് രാത്രി ദൈവം പൊട്ടിക്കുകയാണ്. വിശ്വസിക്കുന്നവർ മാത്രം ദൈവത്തെ സ്തുതിക്ക്. ചിലത് പൊട്ടാൻ പോവുകയാണ്. ദൈവാത്മാവ് എന്നോട് പറയുന്നു, ചിലത് വെച്ചിരിക്കുന്ന മുഖത്തെ ദൈവം ഒടിക്കാൻ പോവുകയാണ്. ഇന്നലകളിൽ നീ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടു, ഇന്നലകളിൽ നീ പ്രവചന ശുശ്രൂഷ ചെയ്തു, ഇന്നലകളിൽ നീ വാചന ശുശ്രൂഷ ചെയ്തു, ഇന്നലകളിൽ നീ കർത്താവിന് വേണ്ടി ആവേശത്തോടുകൂടി എന്ന നിന്റെ ആവേശത്തെ കെടുത്തി കളയുന്ന ചില ശത്രുവിട്ട ചില മുദ്രയെ ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പൊട്ടിക്കുക. നിന്നെ പുറത്തെടുക്കുന്ന രാത്രിയാണ്. എത്ര വിശ്വസിക്കുന്നുണ്ട്? നിന്നെ പുറത്തെടുക്കുന്ന രാത്രിയാണ്. ഞാൻ ആത്മാവിൽ പ്രേരിതനായി പറയുന്നു, ചിലരെ ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാണ്. എവിടെ നിന്നെ മണ്ണിട്ട് മോടിയോ അവിടെ തന്നെ ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പറയുന്നത്. കൊണ്ടുവന്ന വചനത്തിന്റെ ശക്തി, കാരാഗ്രഹത്തിൽ ബന്ധിക്കപ്പെട്ട് കിടന്ന പത്രോസിന്റെ ബന്ധനമഴിച്ച് പുറത്തു കൊണ്ടുവന്ന വചനത്തിന്റെ ശക്തി, ആളിക്കത്തുന്ന അഗ്നികുണ്ഡത്തിന്റെ ഹനന്യാമീശനെ പുറത്തു കൊണ്ടുവന്ന വചനത്തിന്റെ ശക്തി, 130 വർഷം അടിമമുഖത്തിൽ കിടന്ന ഇസ്രായേലിനെ അടിമമുഖത്തെ ഒടിച്ചുകൊണ്ട് പുറത്തു കൊണ്ടുവന്ന വചനത്തിന്റെ
ശക്തി 7 കുതിരപ്പട കൊറ്റം നിരയിൽ നടക്കാവുന്ന കൂട്ടം അതിന് നിർമ്മിതമായ യെരിഹോ അതിനെ തകർത്തുകൊണ്ട് ദൈവജനത്തെ പുറത്തു കൊണ്ടുവന്ന വചനത്തിന്റെ ശക്തി വിശ്വസിക്കുന്നുണ്ടോ? അത്തിക്ക പഴുത്തു നിൽക്കുന്ന മുന്തിരിക്കൊലകൾ പഴുത്തു നിൽക്കുന്ന ആപ്പിളുകൾ പഴുത്തു നിൽക്കുന്ന ഓറഞ്ചുകൾ പഴുത്തു നിൽക്കുന്നു. തേനരുവി പാലരുവി മനോഹരമായി ഇരിക്കുന്ന ഭൂപ്രദേശം അവിടെ വാഗ്ദത്ത നാടാണ്. വാഗ്ദത്ത നാടിലേക്ക് കാലി ചവിട്ടിക്കയില്ലെന്ന് പറഞ്ഞ് വെല്ലുവിളിച്ച് കുത്തൊടുക്കുന്ന യോർദാൻ നദിയെ കീറി മുറിച്ചുകൊണ്ട് ദൈവജനത്തെ പുറത്തു കൊണ്ടുവന്നെങ്കിൽ ഇന്ന് രാത്രി ആത്മാവിൽ പ്രേരിതനായി ഞാൻ പറയുന്നു, ചില യോർദാനെ കീറിയാണെങ്കിൽ, ചില വ്യക്തികളെ കീറിയാണെങ്കിൽ, ചില ആഭിചാരത്തെ കീറിയാണെങ്കിലും ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു. എത്ര ഭൂതങ്ങളുണ്ട് ദൈവം നിന്നെ പുറത്തെടുക്കുകയാണ്. സ്വത്രം പറയുന്നത് ഇന്ന് രാത്രിയിൽ നിന്നെ പുറത്തു കൊണ്ടുവരുന്ന രാത്രിയാണ്. ഇതാ നിന്റെ ഭവനത്തിൽ നീ കാല് ചവിട്ടുമ്പോൾ തന്നെ ആ അത്ഭുതം നീ കാണാൻ പോകുകയാണ്. ചില വീര്യപ്രവൃത്തി നീ കാണാൻ പോകുകയാണ്. ഈ വചനത്തിൽ വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വം എടുക്കുക. കല്ലറ ഉറപ്പുവരുത്താൻ അവൻ എന്താ ചെയ്തത്? ഒരു കാവൽ കൂട്ടത്തെ നിർത്തി. ഇനി നമുക്ക് നോക്കാം ഈ കല്ലറയ്ക്കകത്ത് ആരാ കിടക്കുന്നത്? യോശുവയുടെ പുസ്തകം 5-14 വേദവാക്യം നോക്കി. സൈന്യത്തിന്റെ അധീപൻ, യഹോവയുടെ സൈന്യത്തിന്റെ അധീപൻ എത്ര ഈ കല്ലറയ്ക്കകത്ത് കിടക്കുന്നത്? ശ്രദ്ധിച്ചു നോക്കി. ഈ സൈനാധിപന്റെ കീഴിൽ എത്ര പട്ടാളക്കാരുണ്ടെന്ന് ബൈബിൾ പറയുന്നില്ല. നമ്മുടെ മിൽക്കി വേ ക്ഷീരപഥം അറിയപ്പെടുന്ന നമ്മുടെ ഗാലക്സിയിൽ തന്നെ 400 ബില്യൺ നക്ഷത്രങ്ങളുണ്ട്. നമ്മുടെ ഗാലക്സിയെ പോലെ 100 കണക്കിന് 1000 കണക്കിന് ഗാലക്സികളുണ്ട്. ഇനി കണ്ടുപിടിക്കാൻ ഗാലക്സികൾ കിടക്കുന്നു. അപ്പൊ നമ്മുടെ ഗാലക്സി തന്നെ 400 ബില്യൺ നക്ഷത്രമുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, ഗ്രഹങ്ങളുടെ നക്ഷത്രങ്ങളുടെ ആധിപത്യം വഹിക്കുന്ന ദൂതന്മാരാണെന്നാണ് വേദശാസ്ത്രിമാരുടെ അഭിപ്രായം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നക്ഷത്രങ്ങളെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയത്തില്ലെങ്കിൽ ദൂതന്മാരെ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയത്തില്ല. അസംഖ്യമാണ്. എന്നാൽ ഈ സൈനാധിപന്റെ കീഴിലുള്ള ഈ പട്ടാളക്കാരിൽ ഒരു പട്ടാളക്കാരന്റെ ശക്തി ബൈബിൾ പറയുന്നുണ്ട്. ഒന്ന് അശൂർ പാളയത്തിലേക്ക് ഒരു പട്ടാളക്കാരൻ ഇറങ്ങിച്ചെന്നപ്പോഴത്തേക്കും 1,85,000 പേരെ കൊന്നിട്ടാ വന്നത് അല്ലേ? അങ്ങനെ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്ത അസംഖ്യം പട്ടാളക്കാരുടെ അധിപൻ ആ കല്ലറയ്ക്കകത്ത് കിടക്കുന്നത്. ഈ അധിപൻ പുറത്തു വരാതിരിക്കാൻ റോമൻ ഗവൺമെന്റ് ചില കാവൽക്കൂട്ടത്തെ നിർത്തിയിരിക്കുന്നത്. എന്താ സംഭവിച്ചത്? ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ പുനരുത്ഥാനത്തിന്റെ ശക്തി ഇറങ്ങിയപ്പോഴത്തേക്ക് എന്തെന്നറിയാമോ? നസറേയനായിരിക്കുന്ന യേശുക്രിസ്തു, ഒന്നുകൂടെ പറഞ്ഞാൽ അധിപൻ കടമുടഞ്ഞ് എഴുന്നേറ്റപ്പോഴത്തേക്ക് എന്തെന്നറിയാമോ? കല്ലറ പൊട്ടി. എന്നിട്ട് ഈ കാവൽക്കൂട്ടം നിലപ്പതിക്കുവാനിടയായി. ജീസസ്, ഹല്ലേലൂയ. ഇപ്പൊ നമ്മൾ വായിച്ച കുറിവാക്യം നിങ്ങൾക്ക് മനസ്സിലായോ? ഹല്ലേലൂയ. ജനം സംബന്ധിച്ച് ദാവീദിന്റെ സന്തതിയായി ജനിക്കുകയും മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കിയാൽ വിശുദ്ധയുടെ ആത്മാവ് സംബന്ധിച്ച് ദൈവപുത്രൻ ശക്തിയോടെ നിർണയിക്കപ്പെടുക ചെയ്തിരിക്കുന്നവനാലല്ലോ. റോമൻ ഗവൺമെന്റിനും അപ്പോൾ തന്നെ അവിടുത്തെ കൗൺസിലിനും ശക്തമായ തിരിച്ചടി നൽകിക്കൊണ്ട് നസറേയനായിരിക്കുന്ന യേശുക്രിസ്തുവിനെ മരണത്തിൽ എന്റെ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ച് യേശു ദൈവപുത്രനെന്ന് വിളംബരം ചെയ്യപ്പെടുവാനിടയായി. എത്ര പേർക്ക് മനസ്സിലായി? ഒടുക്കത്തെ ശത്രുവായിരിക്കുന്ന മരണത്തെ തോൽപ്പിച്ചുകൊണ്ട് മരണത്തിന്റെ മരവിച്ച കരങ്ങൾക്ക് മറച്ചു വെക്കാൻ കഴിയാതെ, പാറയുടെ പരുക്കൻ പാണികൾക്ക് പിടിച്ചു വെക്കാൻ കഴിയാതെ, വൈദ്യ മുറിക്ക ശീലകളെ വലിച്ചു കീറിക്കൊണ്ട് പാറാവ് നിന്ന പരുക്കൻ പടയാളികളെ പരിഭ്രമത്തിലാക്കിക്കൊണ്ട് ഉരുട്ടി വെച്ച ഉരുളക്കല്ലുകൾ ഉരുട്ടി മാറ്റിക്കൊണ്ട്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് മരണത്തിന്റെ മാറത്തിനെ പറ്റി മരണത്തിന്റെ കവാടത്തെ തട്ടി തുറന്ന് ഉയർത്തെഴുന്നേറ്റ യേശു ആ ദൈവത്തിന്റെ പുത്രനാണ്.
നടക്കാത്ത ആരും തന്നെ ഇല്ല. അവിടെ രാജാക്കന്മാരുടെ ശവകുടീരമുണ്ട്, രാജ്ഞിമാരുടെ ശവകുടീരം അവിടെ ഉണ്ട്. ഡേവിഡ് ലിവിങ്സ്റ്റന്റെ ശവകുടീരം അവിടെ ഒന്നുണ്ട്. അങ്ങനെ എന്തെന്നറിയാം, ബൈബിൾ ട്രാൻസ്ലേഷൻ നിർവഹിച്ച ജെയിംസ് രാജാവിന്റെ ശവകുടീരമുണ്ട്, വില്യം ഷേക്സ്പിയറിന്റെ ശവകുടീരം അവിടെ ഉണ്ട്. ഇനി നോക്കി ഈജിപ്തിലേക്ക് ചെല്ലും, അവിടെ എന്തെന്നറിയാമോ, ഫറോ രാജാക്കന്മാരുടെ പിരമിഡുകൾ അവിടെ ഉണ്ട്. ഇനി ഒമാനിലേക്ക് ചെല്ലും, പുരാതന ഭക്തനായിരിക്കുന്ന ജോബിന്റെ ശവകുടീരം അവിടെ ഉണ്ട്. ഇനി ഫ്രാൻസിലേക്ക് ചെല്ല്, നിരീശ്വരവാദിയായിരിക്കുന്ന വോൾട്ടയറിന്റെ ആ ശവകുടീരം അവിടെ ഉണ്ട്. ഇനി നമ്മുടെ ഇന്ത്യയിൽ രാജ്ഘട്ടിലേക്ക് ചെല്ല്, മഹാത്മജിയുടെ ശവകുടീരമുണ്ട്, രാജീവ് ഗാന്ധിയുടെ ശവകുടീരമുണ്ട്, നമ്മുടെ ഇന്ദിരാഗാന്ധിയുടെ ശവകുടീരമുണ്ട്. ഇനി നമ്മുടെ കേരളത്തിൽ വർക്കലയിലേക്ക് ചെല്ല്, ശ്രീനാരായണ ഗുരുസ്വാമി അവരുടെ ശവകുടീരമുണ്ട്. ഇനി മെക്കയിലേക്ക് ചെല്ലും, മുഹമ്മദ് നബിയുടെ ശവകുടീരമുണ്ട്. 2 ലോക മഹായുദ്ധങ്ങളെ അതിജീവിച്ച ജർമ്മനിയിൽ എന്തെന്നറിയാം, കൊളോൺ എന്ന് പറയുന്ന ഒരു പട്ടണമുണ്ട്. അവിടെ വലിയൊരു പള്ളിയുണ്ട്. പള്ളിയുടെ അടി മുഴുവൻ സെമിത്തേരിയാണ്. അവിടെ എന്തെന്നറിയാം, ഉന്നതന്മാരെ, ശ്രേഷ്ഠന്മാരെ, പ്രഗത്ഭന്മാരെ ഒക്കെ, ചാൻസലർമാരെ ഒക്കെ നിർത്തിയും കിടത്തിയും ഇരുത്തിയും എന്തെന്ന് സ്വർണ്ണ പേടകത്തിന്റെ അകത്തും വെള്ളി പേടകത്തിന്റെ അകത്തും അടക്കിയിട്ടുണ്ട്. ഇനിയും വാഷിംഗ്ടണിലേക്ക് ചെല്ല, അമേരിക്കയിൽ എന്തെന്നറിയാമോ, സെനറ്റ് ഹാളിന്റെ മുമ്പിൽ 300 ഏക്കർ നീളത്തിൽ വിസ്തൃതിയിൽ ഒരു ശവകുടീരമുണ്ട്. അവിടെ അമേരിക്കയിലെ ഉന്നതന്മാരെ ഒക്കെ അവിടെ അടക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞതിന്റെ സാരമെന്നറിയാമോ, ഇങ്ങനെ പ്രഗത്ഭന്മാരുടെ ശവകുടീരമൊക്കെ ഈ മണ്ണിലുണ്ട്. അവിടെ എല്ലാ ശവകുടീരം അടഞ്ഞു കിടക്കുമ്പോ ഉലകത്തിൽ എന്തെന്നറിയാമോ, ഒഴിഞ്ഞു കിടക്കുന്ന 1.25 കല്ലറയില്ല, ഒറ്റ ഒരു കല്ലറയുള്ളൂ. അത് നസ്രയനായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ കല്ലറയാണ്. സന്തോഷമുള്ളവർ കരമുയർത്തുന്ന ദൈവത്തെ ശ്രദ്ധിച്ചാൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു, നമ്മുടെ മഹാത്മജി മരിച്ചതിന്റെ 3-ാമത്തെ ദിവസം കിഴക്ക് സൂര്യൻ വെള്ള കീറുന്നതിന് മുമ്പ് തന്നെ ആ ഇരുണ്ട വെളിച്ചത്തിൽ അവിടേക്കും നടന്നു എന്നിട്ട് പറഞ്ഞ പദത്രയം വളരെ അർത്ഥവത്താണ്, കനമുള്ളതാണ്, ആഴമുള്ളതാണ്, പരപ്പായിരിക്കുന്ന ആശയമാരും നിറച്ചതാണ്. ആ സഹോദരി ഇങ്ങനെ പറഞ്ഞത്, ഓ മഹാത്മജി, നസ്രയനായിരിക്കുന്ന യേശുക്രിസ്തു ലോക ജനതയ്ക്ക് വേണ്ടി വന്നു, ലോക ജനതയ്ക്ക് വേണ്ടി ജനിച്ചു, ലോക ജനതയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു, ലോക ജനതയ്ക്ക് വേണ്ടി ജീവിച്ചു, ലോക ജനതയ്ക്ക് വേണ്ടി മരിച്ചു, ലോക ജനതയ്ക്ക് വേണ്ടി അടക്കം ചെയ്തു, ലോക ജനതയ്ക്ക് വേണ്ടി 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. മഹാത്മജി, അങ്ങ് ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ജനിച്ചു, ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി ജീവിച്ചു, ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി മരിച്ചു, ഇന്ത്യൻ ജനതയ്ക്ക് വേണ്ടി അടക്കം ചെയ്തു, ഇന്ത്യൻ ജനത്തിന് വേണ്ടി നസ്രയനായിരിക്കും യേശു ഉയർത്തെഴുന്നേറ്റതുപോലെ ഉയർത്തെഴുന്നേറ്റ് വരിക എന്ന് അവിടെ ആക്രോശിക്കുവാനിടയായിരുന്നു. ആ ശബ്ദങ്ങളുടെ പ്രകമ്പനം കൊണ്ടത് ശരിയാ സുഹൃത്തുക്കളെ. എന്നാൽ മഹാത്മജിയുടെ കല്ലറ ഇന്നും അടഞ്ഞു കിടക്കുമ്പോഴത്തേക്ക് ഒഴിഞ്ഞു കിടക്കുന്ന ഒരേ ഒരു കല്ലറേ ഉള്ളൂ. അത് നസ്രയനായിരിക്കും യേശുക്രിസ്തുവിന്റെ കല്ലറയാ. എത്ര പേർക്ക് മനസ്സിലായി? എന്തേ ഈ രക്തത്തിളപ്പുള്ളപ്പോഴത്തേക്ക് ഞങ്ങൾ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കുന്നെന്നറിയാമോ? ഹല്ലേലൂയ. ഉയർത്തെഴുന്നേറ്റ ഒരുവൻ, അവനത്ര നസ്രയനായിരിക്കുന്ന യേശുക്രിസ്തു. ഹല്ലേലൂയ. സന്തോഷമുള്ളവർ എത്ര പേരുണ്ട്? ഉയർപ്പിന്റെ പൊൻപുലരിയിൽ അവിടേക്ക് കടന്നു വന്ന ആ സഹോദരിമാരെന്തെന്നറിയാമോ, യേശുവിനെ തിരക്കി വന്നപ്പോഴത്തേക്ക് അവിടെ ഇറങ്ങി വന്ന ദൂതൻ പറയുന്ന ഒരു പദത്രയമുണ്ട്, മരിച്ചവരുടെ ഇടയിലാണോ നിങ്ങൾ യേശുവിനെ അന്വേഷിക്കുന്നത്? അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. എത്രവർക്ക് സന്തോഷമുണ്ട്? ഞാൻ പ്രസംഗിക്കുന്നത് മൺമറഞ്ഞ് പോയവനെയല്ല ഞാൻ പ്രസംഗിക്കുന്നത്, ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ക്രിസ്തുവിനെയാ ഞാൻ പ്രസംഗിക്കുന്നത്. അവന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കപ്പെടുന്നുണ്ട്. വീശി അടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്താടുന്ന ഒരു വൻമഴ പോലെ അവന്റെ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കപ്പെടുകയാണ്. എന്റെ ശരീരത്തിൽ തിരിച്ചറിയുന്നത് പോലെ ഇന്ന് രാത്രി തിരിച്ചറിയുന്നവർ കരമടിച്ച് ആ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇത് വിടുതലുകൾ നടക്കുകയാണ്. ഉയർപ്പിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കപ്പെടുന്നു. ഉയർപ്പിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കപ്പെടുകയാണ്. മറ്റൊരു ലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, മരിച്ചവരുടെ ഇടയിൽ നിന്ന് നസ്രായന് ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുവാനിടയായി. വിശ്വസിക്കുന്നുണ്ടോ? ചിലതിന്റെ ഇടയിൽ നിന്ന് നിന്നെ ഉയർപ്പിക്കാൻ പോവുകയാണ്. സാമ്പത്തിക ക്ലേശത്തിന്റെ ഇടയിലാണോ നീ കിടക്കുന്നത്? രോഗത്തിന്റെ ഇടയിലാണോ നീ കിടക്കുന്നത്? വേദനയുടെ ഇടയിലാണോ നീ കിടക്കുന്നത്? നൊമ്പരത്തിന്റെ ഇടയിലാണോ നീ കിടക്കുന്നത്? ഒറ്റപ്പെടുത്തന്റെ
ഇടയിലാണോ നീ കിടക്കുന്നത്? ഇന്ന് രാത്രി, നാളെയല്ല, ഇന്ന് രാത്രിയിൽ ഇപ്പോൾ തന്നെ ഇതാ ദൈവത്തിന്റെ കരം അതിന്റെ ഇടയിൽ നിന്ന് നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുക. Right now, ഇപ്പോൾ തന്നെ അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ, അത് സംഭവിക്കട്ടെ. അവൻ ഇന്നലെ ദൈവപുത്രൻ, ഇന്ന് ദൈവപുത്രൻ, നാളെ ദൈവപുത്രനാണ്. ദൈവപുത്രൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതാവാം ദൈവത്തെക്കാൾ താണ ദൈവമെന്നല്ല, പിതാവാം ദൈവത്തോടുള്ള സമത്വമാണ് അവിടെ കാണിക്കുന്നത്. ഒരിക്കലും എന്തെന്നറിയാം, ഫിലിപ്പോസ് പറഞ്ഞു ഞങ്ങൾക്ക് പിതാവാം ദൈവത്തെ കാണിച്ചു തരണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് നെഞ്ചത്തടിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ തന്നെ പിതാവാം ദൈവം. അല്ലേലൂയ. യെശയ്യാ 9:6 നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയാണ് വായിക്കുന്നത്. നോയിക്കേ, അവൻ അത്ഭുത മന്ത്രി, വീണ ദൈവം, നിത്യ പിതാവ്. അപ്പൊ യേശു ആര? നിത്യ പിതാവാണ്. നോക്കിയേ, യേശു ക്രിസ്തുവിന്റെ 5 വിധ പുത്രത്വം ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് മറ്റൊരു പ്രമേയമാണ്. ഹല്ലേലൂയ. 1, യേശു ദൈവത്തിന്റെ പുത്രനാണ്. 2, യേശു മനുഷ്യപുത്രനാണ്. 3, യേശു ദാവീദിന്റെ പുത്രനാണ്. 4, യേശു അബ്രഹാമിന്റെ പുത്രനാണ്. 5, യേശു പ്രിയ പുത്രനാണ്. ഹല്ലേലൂയ. ദൈവപുത്രൻ എന്ന നിലയിൽ സകലത്തിന്റെ അധികാരി, മനുഷ്യപുത്രൻ എന്ന നിലയിൽ ഭൂമിയുടെ അധികാരി, ദാവീദിന്റെ പുത്രൻ എന്ന നിലയിൽ ദാവീദിന്റെ സിംഹാസനത്തിന് അവകാശി, അബ്രഹാമിന്റെ പുത്രൻ എന്ന നിലയിൽ വാഗ്ദത്തത്തിന് അവകാശി, പ്രിയ പുത്രൻ എന്ന നിലയിൽ സ്വർഗത്തിന്റെ അവകാശിയാണ്. ഹല്ലേലൂയ. യേശുവിന്റെ ഉയർപ്പിന് ലഭിക്കപ്പെട്ട ഒന്നാമത്തെ ഫലം യേശു ദൈവപുത്രൻ എന്ന് വിളംബരം ചെയ്യപ്പെടുവാനിടയായി. കരമുയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട് ഒരിക്കൽ കൂടെ ശക്തിയോടെ, ഒരിക്കൽ കൂടെ ശക്തിയോടെ. ഹല്ലേലൂയ. 2, യേശുവിന്റെ ഉയർപ്പിന് ലഭിക്കപ്പെട്ട രണ്ടാമത്തെ ഫലം റോമർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം 24-25 മോളെ വായിച്ചാൽ റോമർ 4:24. റോമർ 4:24-25. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മരണത്തിന് ഏൽപ്പിച്ചു നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന, നമ്മുടെ നീതീകരണത്തിനായി ഉയർപ്പിച്ചുമിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവരെ വിശ്വസിക്കുന്ന നമുക്ക് കണക്കിടാൻ ഉള്ളവൻ. വായിച്ചാൽ മതി. അപ്പോൾ 2, ഉയർപ്പിന്റെ രണ്ടാമത്തെ ഫലം നമുക്ക് നീതീകരണത്തിലുള്ള വഴി തുറക്കപ്പെട്ടെന്ന. മനസ്സിലായില്ലേ? മനസ്സിലായ കരം ഉയർത്തി വന്ന ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശു ക്രിസ്തുവിന്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത ഒറ്റ ഒരുവനും നീതീകരണം ലഭിക്കത്തില്ല. യേശുവിനെ രക്ഷകനും കർത്താവായി സ്വീകരിക്കുന്ന ഏത് വ്യക്തിക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും പാപക്ഷമ ലഭിക്കുമെന്നുള്ള ദൈവിക ഉറപ്പാണ് ക്രിസ്തുയേശുവിന്റെ പുനരുത്ഥാനം എന്ന് പറയുന്നത്. രക്ഷ 2 കാര്യങ്ങളിൽ ആശ്രയിച്ചാണ് കിടക്കുന്നത്. യേശുവിനെ കർത്താവെന്ന് വാഗൊണ്ട് ഏറ്റുപറയണം. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ദൈവം ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ഹൃദയം കൊണ്ട് വിശ്വസിച്ചാൽ നീ രക്ഷിക്കപ്പെടുവാനിടയായി തീരും. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തു പുനരുത്ഥാനം പ്രാപിച്ചത് കൊണ്ട് ലോകത്തിന്റെ ഏത് ഓടിക്കിടക്കുന്ന ഏത് തരത്തിലുള്ള പാപിയെയും രക്ഷിപ്പാൻ എന്റെ യേശുവിന് കഴിയും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? ഇവിടുത്തെ മതങ്ങളും ഇവിടുത്തെ മതഗ്രന്ഥങ്ങളും വിശുദ്ധ വേദപുസ്തകം തമ്മിൽ അചഞ്ചല വ്യത്യാസമുണ്ട്. ഇവിടുത്തെ മതഗ്രന്ഥങ്ങളിലൊക്കെ ഗുരുക്കന്മാരെ പരിചയപ്പെടുത്തുമ്പോഴത്തേക്കും വിശുദ്ധ വേദപുസ്തകത്തിൽ ഗുരുക്കന്മാരെ അല്ല പരിചയപ്പെടുത്തുന്നത്, ഏക രക്ഷകനെയാണ് പരിചയപ്പെടുത്തുന്നത്. നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്, നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഒരിക്കൽ കൂടെ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.
കുളക്കരയിൽ കൂടെ നടന്നു പോയി ഒരു മനുഷ്യൻ കാല് വഴുതി കുളത്തിന്റെ അകത്തേക്ക് വീണപ്പോഴത്തേക്ക് എന്തെന്നറിയാം, കൈകാലിട്ടടിക്കുകയാണ്. അവൻ താണു പോവുകയാണ്. കൈ ഉയർത്തിക്കൊണ്ട് ആംഗ്യം കാണിക്കുന്നു, രക്ഷിക്കണമേ രക്ഷിക്കണമേ രക്ഷിക്കണമേ. പെട്ടെന്ന് മത ഓടി വന്നിട്ട് പറഞ്ഞു, മോനെ ഇത് ആഴമുള്ള കിണറാട്ടോ, ആഴമുള്ള കുളമാണ്. ഇത് നിന്റെ കാല് ചെളിക്കകത്ത് കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാനൊക്കത്തില്ല. നീ ശക്തി സംഭരിച്ച് എങ്ങനെയെങ്കിലും പതച്ച് കയറി വാ. അത് മാത്രമല്ല, ഇത് കെട്ടിക്കിടന്ന് വെള്ളമാണ്. അതുകൊണ്ട് നീ വാ തുറക്കരുത്, വാ അടച്ചു പിടിച്ചോണം. വായിക്കകത്ത് വെള്ളം കയറിയ ഡെങ്കിപ്പനിയോ മറ്റെന്തെങ്കിലും പനിയോ ഒക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നീ വായടച്ച് പതച്ച് നീന്തി കയറി വരാമെങ്കിൽ ഫ്രിഡ്ജിന്റെ അകത്ത് കൊക്കക്കോളയും പെപ്സി മിറണ്ടയൊക്കെ ഉണ്ട്, നിനക്കത് തരാമെന്നൊക്കെ പറഞ്ഞ് മതം ഇങ്ങനെ ഉപദേശം കൈമാറിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഞാൻ മറ്റൊരുത്തനെ പരിചയപ്പെടുത്താം. വെള്ളത്തെ വകവയ്ക്കാതെ, കുളത്തെ വകവയ്ക്കാതെ, ജീവനെ വകവയ്ക്കാതെ മുങ്ങിത്താണു പോകുന്നവന്റെ അടുത്തേക്ക് ഓടി വന്നിട്ട് കുളക്കരയിൽ നിന്ന് വെള്ളത്തിലേക്ക് ചാടി ഇറങ്ങി മുങ്ങിത്താണു പോകുന്നവനെ കരം കൊണ്ട് പൊക്കിയെടുത്ത് കരയ്ക്ക് കൊണ്ടുവരുന്ന ഒരു രക്ഷകനെയാണ് വിശുദ്ധ വേദപുസ്തകം വെളിപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ പറയുന്നു, എന്റെ യേശു പല രക്ഷകന്മാർ, ഒരു രക്ഷകനല്ല, അവനാണ് ഏക രക്ഷകൻ. എന്റെ യേശു പല വഴികൾ, ഒരു വഴിയല്ല, അവനാണ് ഏക വഴി. എന്റെ യേശു പല മധ്യസ്ഥന്മാരിൽ ഒരു മധ്യസ്ഥനല്ല, അവനാണ് ഏക മധ്യസ്ഥൻ. എന്റെ യേശു പല സത്യങ്ങൾ, ഒരു സത്യമല്ല, അവനാണ് ഏക സത്യം. എന്റെ യേശു പല ദൈവങ്ങൾ ഉയർത്തുന്ന ദൈവത്തെ സ്തുതിക്കാമോ? ഒരിക്കൽ കൂടെ ശക്തിയോട് ദൈവത്തെ സ്തുതിക്കുക. ഹല്ലേലൂയ. ഈ അന്തരീക്ഷത്തിൽ 96 മൂലകളുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, മനുഷ്യന് ശ്വസിക്കാൻ വെച്ചിരിക്കുന്ന ഒറ്റമൂലി എന്ന് പറയുന്നത് ഓക്സിജൻ ആണ്. ഇവിടുത്തെ കുറച്ച് ആൾക്കാർ ഓക്സിജൻ ശ്വസിക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഇന്ന് മുതൽ കാർബൺ ഡൈ ശ്വസിക്കുമെന്ന് ഉലകത്തിലെ ആരും പറയാറില്ല. കാട്ടിലെ കാട്ടാടനും മലയിലെ മലവേണ് കാരണത്തിന് ആദിവാസിക്കും ക്രമീകരിച്ചിരിക്കുന്നത് പച്ചവെള്ളമാണ്. ഹല്ലേലൂയ. ഇവിടുത്തെ കുറച്ച് ആൾക്കാർ അരിവെക്കുന്നത് പച്ചവെള്ളത്തിലായതുകൊണ്ട് ഞങ്ങൾ ഇന്ന് മുതൽ മണ്ണെണ്ണയിലോ ഡീസലിലോ പെട്രോളിലോ അരിവെപ്പിക്കുമെന്ന് ആരും പറയാറില്ല. സകല മാനവരാശിയെ അരിവെപ്പിക്കാൻ ദൈവം ക്രമീകരിച്ചിരിക്കുന്ന പച്ചവെള്ളമാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, സകല മാനവരാശിയെ രക്ഷപ്പെടുവാൻ, രക്ഷിക്കപ്പെടുവാൻ ഇവിടെ ഒന്നേകാൽ മാർഗമില്ല, ഒറ്റൊരു മാർഗമേ ഉള്ളൂ. അത് നസ്രനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ മാർഗമാണെന്ന് ഞാൻ പറയുമ്പോൾ തന്റെ ഇടത്തോടെ കൈ അടിച്ചു, കൈ ഉയർത്തിയോ, ദൈവത്തിന് മഹത്വം കൊടുക്കുക. പാപിയായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുന്ന പ്രക്രിയയാണ് നീതീകരണം എന്ന് പറയുന്നത്. 18ാം നൂറ്റാണ്ടിൽ മാനവ സംസ്കാരത്തിന് അടിത്തറയിട്ട മനുഷ്യൻ, പരിഷ്കാരത്തിന്റെ ചവിട്ടുപടികൾ ചവിട്ടിക്കയറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, 21ാം നൂറ്റാണ്ടിലെ ആധുനികത നിറകിൽ വിലസിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, വിജ്ഞാന ലോകത്തെ വിരൽ തുമ്പുകൊണ്ട് നിയന്ത്രിക്കാൻ സാങ്കേതിക മികവ് പ്രാപിച്ച മനുഷ്യൻ, ശബ്ദ തരംഗത്തിനകത്ത് ഓടിക്കയറുവാൻ പ്രാപ്തി പ്രാപിച്ച മനുഷ്യൻ, അന്യഗ്രഹങ്ങളിൽ കാലൂതി നിൽക്കുന്ന മനുഷ്യൻ പാപിയാണോ എന്ന് മനുഷ്യൻ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പാപിയെ പാപിയും എന്നല്ലാതെ പിന്നെ എന്താ വിളിക്കേണ്ടത്? കള്ളനെ കള്ളനല്ലാതെ എന്താ വിളിക്കേണ്ടത്? കൊലപാതകനെ കൊലപാതകം എന്നല്ലാതെ എന്താ വിളിക്കേണ്ടത്? ദൈവത്തിന് അകലപ്പെട്ടു പോയ സകലമായിരിക്കുന്ന മനുഷ്യരും ജാതി മത ഭേദമന്യ വർഗവർണ്ണ വിവേചനമെന്ന് എല്ലാവരും പാപികളാണ്. ഞാന് കഴിഞ്ഞ ദിവസം പരിപ്പട കഴിക്കാമെന്ന് പറഞ്ഞ് പരിപ്പട കഴിച്ച് ഞാനിങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ തട്ടുകടയിൽ CCTV ക്യാമറ വെച്ചിരിക്കുക. എന്താ അതിന്റെ അർത്ഥം? മലയാളി 5 പരിപ്പട നിന്നിട്ട് 1 പരിപ്പടയുടെ പൈസ കൊടുത്തിട്ട് പോകുന്ന മലയാളി വരെ ഉണ്ട്. അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഘടകത്തിന്റെ പേരാ പാപം എന്ന് പറയുന്നത്. എന്തിനാ നമ്മൾ നല്ല വീട് വെച്ചിട്ട് കഥ വെക്കുന്നത്? മനുഷ്യൻ പാപമുള്ളത് കൊണ്ട്. എന്തിനാ സായം സന്ധിയാകുമ്പോൾ നമ്മള് കാടയെല്ലാം കൊണ്ട് അടച്ചിട്ട് വരുന്നത്? മനുഷ്യന് പാപമുള്ളത് കൊണ്ടാണ്. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ചാണകപ്പൊഴിക്കകത്ത് വീണ് കിടക്കുന്നവന്റെ ചാണകത്തിന്റെ മണം മാറാം, ചന്ദനത്തിരിക
കത്തിച്ചു വെച്ചിട്ട് കാര്യമില്ല. ഇവന്റെ ചാണകത്തിന്റെ മണം മാറുവാൻ ചാണകുഴിക്കകത്തുന്നവനെ കയറ്റാനുള്ള പര്യാപ്തമായിരിക്കുന്ന നിയമമാണ് ഇവിടെ ആവശ്യം. ഞാൻ പറയട്ടെ, ഈ പാപത്തിന് പരിഹാരം വന്നെങ്കിൽ മാത്രമേ ഇവിടെ എന്തെന്നറിയാമോ സാമൂഹ്യ തിന്മകളും അവസാനിക്കത്തുള്ളൂ. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഞാൻ ഈ ബൈബിൾ പ്രസംഗിക്കുന്നു? എല്ലാ മതങ്ങളും മതഗ്രന്ഥങ്ങളും മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞു നിർത്തുമ്പോഴത്തേക്ക് വിശുദ്ധ വേദപുസ്തകം മനുഷ്യൻ പാപിയാണെന്ന് പറഞ്ഞ് നിർത്തുകയല്ല. പാപത്തിന്റെ പരിഹാരകനാണ്. പാപത്തിന്റെ പരിഹാരം എങ്ങനെ എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. ഞാനൊരു വാക്യം ഉദ്ധരിക്കുന്നു. And the blood of Jesus Christ his son cleanses from all our sin. അതിന്റെ മലയാള പരിഭാഷ ഇങ്ങനെയാണ്: അവന്റെ പുത്രനായിരിക്കുന്ന ക്രിസ്തു യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഹല്ലേലൂയ. സ്വർഗീയ മഹിമയെ വെടിഞ്ഞ് മഹാദൈവത്തിന്റെ മടിത്തടം വിട്ട് മാലാഖമാരുടെ ആരാധന വിട്ട് മഹിതലത്തിൽ അവതരിച്ച് മാനകുലത്തിന്റെ സകല മലിനതകളും മനുഷ്യ ശരീരത്തിൽ ഏറ്റെടുത്തുകൊണ്ട് മരക്കുരിശിൽ മരിച്ച് ഉയർത്തെഴുന്നേറ്റ നസ്രനായിരിക്കുന്ന യേശു ക്രിസ്തു എനിക്കും നിങ്ങൾക്കും നീതീകരണം തരാൻ കഴിയുന്നവനാണ്. പാപിയായ മനുഷ്യനെ ദൈവത്തോട് അടുപ്പിക്കുവാൻ, നീതീകരിക്കാൻ വേണ്ടിയാണ് അവൻ സ്വയം യജ്ഞാർപ്പണം ചെയ്ത് ഉലകത്തിലേക്ക് വന്ന് കാൽവരി മരിച്ചത്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന സ്നേഹിതരെ, എന്തിനെന്റെ യേശു ഉയർത്തെഴുന്നേറ്റു? ഒറ്റ മറുപടിയുള്ളൂ: എനിക്കും നിങ്ങൾക്കും നീതീകരണം തരുവാൻ വേണ്ടിയാണ്. മനസ്സിലാവർ കരമുയർത്തുന്ന ദൈവത്തെ സ്തുതിച്ചാട്ട് ഞാൻ ഈ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി രണ്ട് മരങ്ങൾ വിശുദ്ധ വേദപുസ്തകത്തിൽ ഒന്ന് വെളിപ്പെടുത്തി തരാം. ഉൽപ്പത്തി 2:9 നോക്കി. അവിടെ ഉൽപ്പത്തി 2:9 വായിച്ച വേഗത്തിൽ വായിച്ചു പോലെ കാണുവാൻ ഭംഗിയുള്ളതും ഒരു വൃക്ഷം. ഇനി അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 30-ാമത്തെ വേദവാക്യം മറ്റൊരു മരം അവിടെ കാണുന്നുണ്ട്. വായിച്ചു. അപ്പോസ്തലപ്രവൃത്തി 5-ാം അധ്യായം 30-ാമത്തെ വേദവാക്യം. അപ്പോസ്തലപ്രവൃത്തി 5:30. അപ്പോസ്തലപ്രവൃത്തി 5:30. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചുവല്ലോ. ഈ രണ്ട് മരത്തിന്റെ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ച്. ഏദൻ തോട്ടത്തിലെ മരം ദൈവത്താൽ നടപ്പെട്ടതാണ്. കാൽവരി തോട്ടത്തിലെ മരം പാപിയായ മനുഷ്യനാൽ നടപ്പെട്ടതാണ്. ഏദൻ തോട്ടത്തിലെ മരം നയന മനോഹരമാണ്, ശ്രേഷ്ഠമാണ്, ഉന്നതമാണ്, ഉദാത്തമാണ്, ഉത്കൃഷ്ടമാണ്, കാണാൻ വളരെ ഭംഗിയുള്ളതാണ്. എന്നാൽ ഏദൻ തോട്ടത്തിന് കാൽവരി തോട്ടത്തിന്റെ മരം ഭംഗിയുള്ളതല്ല. വേദനപ്പെടുന്ന ക്രിസ്തുവും അപ്പോൾ തന്നെ എന്നറിയാം മറുത്തു പറയുന്ന പുരുഷന്മാരും അപ്പോൾ തന്നെ കള്ളന്മാരുടെ സാന്നിധ്യം വിരുമ്പി നിൽക്കുന്ന ക്രൂശാക്കുന്നവരും ഒരിക്കലും നയന മനോഹാരിത നൽകുന്നില്ല. ഏദൻ തോട്ടത്തിന്റെ മരത്തിന്റെ ഫലം എന്തെന്നറിയാമോ? തിന്നാൻ ദൈവം അനുവദിച്ചിരുന്നില്ല. എന്നാൽ കാൽവരി തോട്ടത്തിന്റെ മരം ആദ്യ ഫലം ആർക്ക് വേണമെങ്കിലും ഭക്ഷിക്കാം. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ കാട്ടിലെ കാട്ടാളനും മലയിലെ മലവേണനും കാനനത്തിലെ ആദിവാസിക്കും പരിഷ്കൃതനും അപരിഷ്കൃതനും പണ്ഡിതനും പാമനും കുബേരനും കുചേലനും വിദ്യാസമ്പന്നും വിദ്യാഹീനനും സിഖ് മതക്കാരനും ജൈന മതക്കാരനും അറബിക്കും പാഴ്സിക്കും മലയാളിക്കും തമിഴനും എപ്പിക്കാരനും ഇപ്പിക്കാരനും നാസ്തികനും അനാസ്തികനും ക്രൈസ്തവനും അക്രൈസ്തവനും കൊട്ടാരത്തിൽ ജനിച്ചവനും കുടിൽ ജനിച്ചവനും പട്ടണവാസിക്കും ഗ്രാമവാസിക്കും ആദിവാസിക്കും അവസാനവാസിക്കും എന്ന് വേണ്ട എല്ലാ മനുഷ്യർക്കും ഭക്ഷിക്കാം. ഹല്ലേലൂയ. ഏദൻ തോട്ടത്തിന്റെ ആ മരത്തിന്റെ ഫലം എന്തെന്നറിയാമോ? ഭക്ഷിക്കരുതെന്നൊരു വിലക്കുണ്ടായിരുന്നു. എന്നാൽ ഇവിടെയും എന്നറിയാമോ? ഒരു വിലക്കുമില്ല. ഏദൻ തോട്ടത്തിന്റെ മരത്തിന്റെ ഫലം തിന്നതുകൊണ്ട് എന്താ സംഭവിച്ചത്? പാപവും ശാപവും കടന്നു വരുവാനിടയായി. കാൽവരി തോട്ടത്തിന്റെ മരത്തിന്റെ ഫലം തിന്നതുകൊണ്ട് എന്താ സംഭവിച്ചത്? ജീവനും ഹല്ലേലൂയ നീതീകരണം പ്രാപിക്കുവാനിടയായി തീർന്നു. ഏദൻ തോട്ടത്തിലെ മരത്തിന്റെ ഫലം തിന്നത് കൊണ്ട് മറ്റെന്ത് സംഭവിച്ചു? പർദീസ അവർക്ക് നഷ്ടപ്പെട്ടു. കാൽവരി തോട്ടത്തിന്റെ മരത്തിന്റെ ഫലം തിന്നത് കൊണ്ട് പർദീസ അവർക്ക് വേണ്ടി തുറക്കപ്പെടുവാനിടയായി. മനസ്സിലായോ? നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. കാൽവരി ക്രൂശാകുന്ന എന്തെന്നറിയാമോ? കാൽവരി ക്രൂശാകുന്ന ഈ ഫലം എന്നത് രണ്ട് കാര്യങ്ങളെയാണ് വിളിച്ചോതുന്നത്. മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. ഹല്ലേലൂയ. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനം ഉണ്ടാകത്തില്ല. ഇവിടുത്തെ സകല പ്രസ്ഥാനങ്ങളുടെയും മതങ്ങളുടെയും നേതൃത്വം നിൽക്കുന്നവരുടെ മരണം പ്രസ്ഥാനത്തിനും മതത്തിനും തീരാൻ നഷ്ടമാകുമ്പോൾ എന്റെ യേശു ക്രിസ്തുവിന്റെ മരണം നമുക്ക് നഷ്ടം
നഷ്ടമല്ല, ലാഭമാണ്. അപമാനമല്ല, മാനമാണ്. പരാജയമല്ല, വിജയമാണ്. തോൽവിയല്ല, ജയമാണ്. തിരസ്കരണമല്ല, അംഗീകരണമാണ്. ദുർഗന്ധമമിക്കുന്ന അവസ്ഥയല്ല, സുഗന്ധപൂരിതമായിരിക്കുന്ന അവസ്ഥയാണ്. വിശ്വസിക്കുന്നവർ കാരമടിച്ച ദൈവത്തിന് ഇന്ന് രാത്രി ഒന്ന് ഭാഗത്ത് കൊടുക്കുക. വീരപ്പന്റെ മരണം കാട്ടുകള്ളന്മാർക്ക് തീരാൻ നഷ്ടമായിരുന്നു. EMSന്റെ മരണം CPMന് തീരാൻ നഷ്ടമായിരുന്നു. കരുണാകരന്റെ മരണം കോൺഗ്രസിന് തീരാൻ നഷ്ടമായിരുന്നു. ജൈനിന്റെ മരണം ജൈനമതത്തിന് തീരാൻ നഷ്ടമായിരുന്നു. മുഹമ്മദ് നബിയുടെ മരണം ഇസ്ലാം മതത്തിന് തീരാൻ നഷ്ടമായിരുന്നു. MGRന്റെ മരണം തമിഴ് സംഘത്തിന് വലിയൊരു നഷ്ടമായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ സാരം നിങ്ങൾക്ക് മനസ്സിലായോ? ഏത് പ്രസ്ഥാനത്തിന്റെ ആണെങ്കിലും ഏത് മതത്തിന്റെ ആണെങ്കിലും നേതൃത്വ നിരയിൽ നിൽക്കുന്നവരുടെ മരണം തീരാൻ നഷ്ടമാകുമ്പോൾ എന്റെ യേശുവിന്റെ മരണം നമുക്ക് നഷ്ടമല്ല, ലാഭമാണ്. ഇന്ന് രാത്രി ഇവിടെ വന്ന് കരമടിക്കുന്നത് യേശു മരിച്ചുയർത്തപ്പെട്ടത് കൊണ്ട്. അത് മനസ്സിലാവാൻ കരമടിച്ച ദൈവത്തെ ചുരുക്ക്. പാപിയായിരുന്ന എന്നെ, പാപിയായിരുന്ന നിങ്ങള് ദൈവത്തോട് അടുപ്പിച്ച നീതീകരണം കൊണ്ട് ആ ദൈവത്തിന് മകന്റെ കൊടുക്കുക. മരിച്ചു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും നീതീകരണം ഉണ്ടാകുന്ന മനസ്സിലായോ? പിശാച് കാൽവരി യേശു മരിക്കാതിരിക്കാൻ അതിന്റെ പല അടവുകളും പയറ്റി. യേശു കുഞ്ഞായിരിക്കുമ്പോഴത്തേക്കും എന്നറിയാമോ, ഹെരോദാവിന്റെ മനസ്സിൽ പിശാച് ഇൻജക്ട് ചെയ്തു. അതുകൊണ്ട് 2 വയസ്സ് താഴെയുള്ള സകല കുഞ്ഞുങ്ങളെ കൊന്നെടുക്കണം. എന്താ കുഞ്ഞുങ്ങളെ കൊന്നെടുക്കാൻ കാരണം? യേശുവിനെ കൊന്നെടുക്കണം. ഇതാണ് ആ ഉള്ളിലെ ആഗ്രഹം എന്ന് പറയുന്നത്. കൊന്നെടുക്കാൻ പദ്ധതി ഇടുന്നതിന് മുമ്പ് യേശു കുഞ്ഞുവിനെ മറ്റൊരു രാജ്യത്ത് കൊണ്ട് ദൈവം പരിപാലിക്കാനിടയായി. അവിടെ ഇളപ്പല്ല് കാട്ടിക്കൊണ്ട് ആ യേശുക്കുഞ്ഞ് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറയുക, വാക്കും ഭാഷണം കൂടാതെ, ഹെരോദാവേ, നിന്റെ വെട്ടിത്തിളങ്ങുന്ന പടവാളിന് കഴുത്ത് വെക്കാനല്ല ഞാൻ ഉലകത്തിലേക്ക് ജന്മമെടുത്തത്. കാൽവറിയിൽ എന്റെ ജനത്തിന് വേണ്ടി മരിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. ഒരിക്കലും എന്നറിയാം, പടകിന്റെ അകത്ത് യേശു യാത്ര ചെയ്യുമ്പോഴത്തേക്ക് പടകിന്റെ അകത്ത് വീശിയടിക്കുന്ന കാറ്റടിപ്പിച്ച് വെള്ളം കയറ്റി പടക് മുക്കി യേശു ക്രിസ്തുവിന്റെ വയറ്റിൽ വെള്ളം കയറ്റി എന്ന് വയറ് വീർത്ത് ചത്ത് വെള്ളത്തിന്റെ അകത്ത് പൊങ്ങിക്കിടക്കാൻ പിശാച് പദ്ധതി ഇട്ടു. ഉടനെ ദൈവം തമ്പുരാൻ എഴുന്നേറ്റിട്ട് അലകളാൽ അലകളി ആഴിയും അഞ്ഞഞ്ഞടിച്ച പ്രചണ്ഡ വാദത്തെ കൽപ്പന ശക്തിയ തൊൽപ്പടിക്കും നിർത്തി. എന്നിട്ട് ഇങ്ങനെ വാക്കും ഭാഷണം കൂടാതെ പറഞ്ഞു, പിശാചേ, ഞാൻ വെള്ളത്തിൽ വീണ് മുങ്ങി മരിക്കാനല്ല വന്നത്, എന്റെ ജനത്തിന്റെ നീതീകരണത്തിന് വേണ്ടി കാൽവരി മരിക്കാനാണ് ഞാൻ വന്നത്. ഹല്ലേലൂയ. ഒരിക്കൽ പള്ളിക്കകത്ത് പ്രസംഗം നടത്തിക്കൊണ്ടിരുന്ന മുക്തകണ്ഠ പ്രസംഗം കേട്ടിന് അവർ പ്രശംസിച്ചു. പകുതി പ്രസംഗം പിന്നിട്ട് കഴിഞ്ഞപ്പോ അവിടെ ഉള്ളിൽ കുത്തുകൊണ്ട് കഴിഞ്ഞപ്പോൾ അവരെല്ലാം കൂടെ യേശുവിനെ കുത്തിന് പിടിച്ചിറക്കി. എന്നറിയാമോ, വലിയൊരു മലയുടെ മുകളിൽ കൊണ്ട് താഴേക്ക് തള്ളിയിടാൻ ഒരുങ്ങി. എന്ന് വെച്ചാൽ ഹെഡ് ഇഞ്ചറി ഉണ്ടായി മരിക്കാൻ പിശാച് പദ്ധതി ഒരുക്കി. എന്നാൽ ദൈവം തമ്പുരാൻ എന്തെന്നറിയാമോ, യേശുവിനെ അവിടുന്ന് പരിപാലിച്ചു. ഹെഡ് ഇഞ്ചറി ഉണ്ടായി മരിക്കാനല്ല യേശു ഉലകത്തിലേക്ക് വന്നത്. ജനത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി, ജനത്തിന്റെ നീതീകരണത്തിന് വേണ്ടി മരിക്കാൻ, കാൽവരി മരിക്കാനായ യേശു വന്നത്. അവിടെ പിശാചിന്റെ പദ്ധതി തകിടം മറിച്ചു. ഒരിക്കലും കൂട്ടമൂർച്ചമുള്ള കുന്തമനം കൊണ്ടാണ്, കുന്തമനം കല്ലുകൊണ്ട് യേശുവിനെ എറിഞ്ഞു. പക്ഷെ ബൈബിൾ പറയുന്നു, ഒറ്റ കല്ല് പോലും യേശുവിന്റെ ശരീരത്തിൽ കൊണ്ടില്ല. എന്ന് വെച്ച കല്ലുകൊണ്ട് മുന്നിൽ സെപ്റ്റിക്കായി മരിക്കാനല്ല യേശു വന്നത്, കാൽവരിയിൽ മരിക്കാൻ. എന്തിന്? തന്റെ ജനത്തിന് നീതി കൊടുക്കാൻ വേണ്ടി. മനസ്സിലാകുന്നത് കരമുയർത്തുന്ന ദൈവത്തെ സ്തുതിക്കാമോ? എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റത് എന്തിനു വേണ്ടിയാണെന്നറിയാമോ? ദൈവത്തിന് അകത്ത് പോയ എന്നെയും നിങ്ങളെയും ദൈവത്തോട് അടുപ്പിക്കുന്നതിന് വേണ്ടി, നീതി തരുന്നതിന് വേണ്ടിയാണ്. കരമുയർത്തുന്ന ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ.
2 മിനിറ്റ് കൊണ്ട് എന്റെ പ്രസംഗം അവസാനം കുറിക്കാൻ വേണ്ടി ഞാൻ താല്പര്യപ്പെടുന്നു. വായിച്ചതുപോലെ 1 തെസ്സലോനിക്കർ 4 അധ്യായം അതിന്റെ 14-ാമത്തെ വേദവാക്യം. 1 തെസ്സലോനിക്കർ 4:14 വേഗത്തിൽ വായിച്ചേ. യേശുവിന്റെ ഉയർപ്പിനാൽ ലഭിക്കപ്പെട്ട 3-ാമത്തെ ഫലം. 1 തെസ്സലോനിക്കർ 4:1. 1 തെസ്സലോനിക്കർ 4:14. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തുവെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ അങ്ങനെ തന്നെ നിദ്ര കൊണ്ടവരെ യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സിലായില്ല, വാക്യം മനസ്സിലായിരുന്നെങ്കിൽ നല്ലൊരു ഹല്ലേലൂയ പറഞ്ഞേനവായിരുന്നു. യേശു മരിച്ച ഉയർത്തെഴുന്നേറ്റെങ്കിൽ മൺമറഞ്ഞു പോയ സകല വിശുദ്ധന്മാരെയും എന്റെ ദൈവം ഉയർപ്പിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? സംഹാര താണ്ഡവം നടത്തും നിർണശാലികൾ കൊണ്ട് നിർണശബ്ദങ്ങൾ സൃഷ്ടിച്ച് വിജയത്തിന്റെ കൊടിക്കൂറുകൾ ആകാശമുട്ട് പറപ്പിച്ച അനവധി വിജയ ഗീഷികളെ ലോകം ദർശിച്ചിട്ടുണ്ട്. നെപ്പോളിയൻ, ഹിറ്റ്ലർ, അലക്സാണ്ടർ, മുസോളിനി ഇങ്ങനെ പറയപ്പെടുന്ന നൂറുകണക്കിന് ആൾക്കാർ അവരൊക്കെ മരണത്തിന്റെ തിരശീലയ്ക്ക് അപ്പുറത്തേക്ക് പോയപ്പോൾ തന്റെ അനുയായികളെ നോക്കിക്കൊണ്ട് മടങ്ങി വരുമെന്ന് പറഞ്ഞില്ല. ഈ സുവിശേഷ മഹായോഗത്തിന്റെ പ്രഥമ രാത്രിയിൽ ഞാൻ ഒരാളെ പരിചയപ്പെടുത്തുന്നു. കന്യാമറിയാമയും കന്യാസൂലുമായി കാലത്തിന്റെ തികവിങ്കൽ കാലിക്കോട്ടിൽ വേദനയെ നസ്രത്തിൽ വളർന്ന് പാലസ്തീനിൽ സഞ്ചരിച്ച് ഗാൽഗോത്ത മലയിൽ മരിച്ച് മന്ത്രി ജോസഫിന്റെ കല്ലറ അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം ദിവസം സ്വർഗ്ഗാരോഹണം ചെയ്ത നസ്രായൻ തന്റെ അനുഗാമികളെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഞാൻ പോയതുപോലെ തന്നെ മടങ്ങി വരും. എന്തിനെന്നറിയാമോ? ഞാൻ ഇരിക്കുന്നിടത്തും നിങ്ങളെ ഇരുത്തേണ്ടതിന്. ഇത് പറഞ്ഞിട്ട് നല്ലൊരു ഹല്ലേലൂയ പറയുന്നില്ല. ഞാൻ ഇരിക്കുന്നിടത്തും നിങ്ങളെ ഇരുത്തേണ്ടതിന്. ആക്രമണമില്ലാത്ത, അണുവായുധങ്ങളില്ലാത്ത, യുദ്ധങ്ങളില്ലാത്ത നല്ലൊരു ക്ഷേമരാഷ്ട്രം കെട്ടിപ്പടുക്കുക ഇവിടുത്തെ രാഷ്ട്രങ്ങൾ ആഗ്രഹിക്കപ്പെടുന്നു, അതിനായി പാടുപെടുന്നു. എന്നാൽ രാജ്യത്ത് സമാധാനം കണ്ടെത്താൻ കഴിയുന്നില്ല. കാരണം എന്താ? കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുന്നു. ശക്തിയോടെ കരമടിച്ച് ദൈവത്തിന് പകർന്നു കൊടുക്കുക. നമ്മുടെ കാലഘട്ടത്തിൽ തന്നെ നമ്മുടെ യേശു വരും. എല്ലാവരുടെയും കണ്ണുകളെ അടയ്ക്കാം, എല്ലാവരുടെയും ശിരസുകൾ ദൈവസന്നിധാനം അടക്കാം. ഇത് ദൈവമോ മരണപാശങ്ങളെ അഴിച്ചിട്ട് അവനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. മരണം അവനെ പിടിച്ചു വെക്കുന്നത് അസാധ്യമായിരുന്നു. ആ യേശുവിലാണ് നീ വിശ്വസിക്കുന്നത്, ആ യേശുവിലാണ് നീ ആശ്രയിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊലോസ്യർ 1:27 മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു. അഭിഷക്തന്മാരെ നമ്മളിൽ വസിക്കുന്നു, സഹോദരിമാരെ നിങ്ങളിൽ വസിക്കുന്നു, സഹോദരങ്ങളെ നിങ്ങളിൽ വസിക്കുന്നു. ഈ ഒരു അറിവ്, ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു ബോധം, ഈ ഒരു അവബോധം നമുക്കുണ്ടായിരിക്കണം. അഭിഷേകമുള്ള ദാവീദിന്റെ കയ്യിലെ വിനസമുള്ള കല്ലുകൾ നീണ്ട 40 ദിവസത്തെ വെല്ലുവിളികളെ തകർത്തതുപോലെ ഞാൻ നിന്നിൽ വസിക്കുന്ന യേശുവിന് ചിലത് ചെയ്തെടുക്കാൻ കഴിയും എന്നുള്ള അറിവ് നീ പ്രാപിക്കണം. പ്രൈസ് ദി ലോർഡ്. എന്റെ കർത്താവുണ്ടെന്നുള്ള ഈ ഉറപ്പ് പ്രാപിച്ചു കഴിഞ്ഞാൽ ഏത് പ്രതിസന്ധികളുടെ മുമ്പിൽ നിനക്ക് ജയിപ്പാനിടയായിട്ട്. കർത്താവേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കേൾവിക്കാരെല്ലാം അനുഗ്രഹിച്ചിരിക്കുക. സ്വതന്ത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ.